തെരഞ്ഞെടുപ്പാണ്. രാഷ്ട്രീയ പാർട്ടികൾ പണം ഒഴുക്കുന്ന കാലമാണ്. കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ ഡിജിറ്റൽ പരസ്യങ്ങൾക്കായി മാത്രം BJP ചെലവഴിച്ചത് എത്ര രൂപയാണെന്നറിയോ? 9 കോടിയിലധികം രൂപ. BJPയുടെ മാത്രം 5249 പരസ്യങ്ങളാണ് നമ്മുടെയൊക്കെ ഫീൽഡിൽ. 5249 പരസ്യങ്ങൾ. BJP പരസ്യങ്ങളുടെ നാഷണൽ ലെവൽ ഡാറ്റയാണിത്. ഏപ്രിൽ 6 വരെയുള്ള കണക്ക്. ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം കേരളത്തിലെ 3 മുന്നണികളും എത്ര രൂപയാണ് അവരുടെ ഡിജിറ്റൽ പ്രചാരണത്തിനായി ചെലവഴിച്ചതെന്നറിയാമോ? ലക്ഷങ്ങളും കോടികളും ഒക്കെയാണ് ചെലവ്. മുന്നിൽ BJP തന്നെ, തൊട്ടുപിന്നിൽ കോൺഗ്രസും LDFും. ഈ ദിവസങ്ങൾക്കുള്ളിൽ എത്ര പരസ്യം BJP ചെയ്തു? കോൺഗ്രസ് ചിലവാക്കിയ തുക എത്ര? ആരെ ലക്ഷ്യമിട്ടാണ് മുന്നണികളുടെ ഡിജിറ്റൽ പ്രചാരണങ്ങൾ നടക്കുന്നത്? OBC ഇത് അന്വേഷിച്ചു. മെറ്റ, ഗൂഗിൾ പരസ്യങ്ങൾ വഴിയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഡിജിറ്റൽ ക്യാമ്പയിൻ നടത്തുന്നത്. ഫീൽഡിലുള്ള പ്രചാരണത്തിന് പുറമെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഡിജിറ്റൽ സ്പേസുകളിൽ പണമിറക്കുന്നത്. യൂട്യൂബർമാരെയും ഇൻഫ്ലുവൻസർമാരെയും വെച്ചുള്ള പ്രൊമോഷൻ വേറെ. മത്സര രംഗത്തുള്ള പ്രധാനപ്പെട്ട 3 പാർട്ടികളിൽ BJP ആണ് പരസ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത്. ദേശീയ തലത്തിലും കേരളത്തിലും. കോൺഗ്രസ് തൊട്ടുപിന്നിലുണ്ട്. LDFും പ്രചാരണത്തിനായി ലക്ഷങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ ഡിജിറ്റൽ പരസ്യങ്ങൾക്കായി BJP ചെലവഴിച്ചത് 9,92,750 കോടി രൂപ. മൊത്തം 5249 പരസ്യങ്ങൾ. കോൺഗ്രസ് ചെലവഴിച്ചത് 1,34,11,250 രൂപ. പരസ്യങ്ങളുടെ എണ്ണം 225. ഡിജിറ്റൽ ഫീഡുകളിൽ എപ്പോഴും എന്തുകൊണ്ടാണ് BJP പരസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കാരണം ഇത് തന്നെ. കൂടുതൽ പരസ്യങ്ങൾ വലിയ ഇടവേളകളില്ലാതെ ഫീഡുകളിൽ പ്രത്യക്ഷപ്പെടുന്നു. കോൺഗ്രസിന് പക്ഷേ ഇത്ര വിസിബിലിറ്റി കിട്ടുന്നില്ല. BJPയുടെ പരസ്യങ്ങളുടെ എണ്ണത്തേക്കാൾ എത്രയോ കുറവാണ് കോൺഗ്രസിൻ്റെത്. പാർട്ടികൾ ഈ ചെലവാക്കുന്ന പൈസയൊക്കെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് BJP അസമിലാണ് ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കിയിട്ടുള്ളത്, 3.23 കോടി രൂപ. തൊട്ടുപുറകെ ബംഗാളിൽ 3 കോടി. BJP കേരളത്തിൽ ചെലവാക്കിയത് ഏകദേശം 2 കോടി രൂപ. പുതുച്ചേരിയും തമിഴ്നാടുമാണ് പട്ടികയിൽ അടുത്തത്. അതായത് പരസ്യങ്ങൾക്കായി 1 കോടിയിലധികം രൂപ BJP ഒരു ദിവസം ചെലവാക്കുന്നുണ്ട് എന്നർത്ഥം. കോൺഗ്രസിന്റെ ചെലവും ചില സ്ഥലങ്ങളിൽ മാത്രമായി കേന്ദ്രീകരിച്ചിരിക്കുന്നു. അസം, പുതുച്ചേരി, തമിഴ്നാട്, ത്രിപുര എന്നിവിടങ്ങളിലായി കോൺഗ്രസ് കൂടുതലായി ഫണ്ട് ചെലവാക്കുന്നു. അസമിൽ 1,24,00,000, പുതുച്ചേരിയിൽ 13.4 ലക്ഷം, തമിഴ്നാട് 3,80,000. 4 ലക്ഷത്തിൽ കൂടുതലാണ് കോൺഗ്രസിന്റെ പ്രതിദിന ചെലവ്. ഗൂഗിൾ പരസ്യങ്ങൾക്കായി ചെറിയ തുകയെ കോൺഗ്രസ് ചെലവഴിച്ചിട്ടുള്ളൂ എന്ന് കാണാം. എന്നാൽ മെറ്റ വഴിയുള്ള പരസ്യങ്ങൾ കോൺഗ്രസ് കൂടുതലായി കൊടുക്കുന്നുണ്ട്. വീഡിയോ കണ്ടന്റുകളാണ് BJPയുടെയും കോൺഗ്രസിന്റെയും ഏറ്റവും വലിയ പ്രചാരണായുധം. ചെലവാക്കിയ മൊത്തം പണത്തിന്റെ ഏകദേശം 80% തുകയും BJP ചെലവാക്കിയിട്ടുള്ളത് വീഡിയോകൾക്ക് വേണ്ടി തന്നെ. ആളുകൾക്കിടയിൽ പാർട്ടിക്ക് കൂടുതൽ വിസിബിലിറ്റി കിട്ടുന്നത് ഇത്തരം വീഡിയോ കണ്ടന്റുകളിലൂടെയാണ്. കോൺഗ്രസിനെയും BJPയെയും താരതമ്യം ചെയ്യുമ്പോൾ ഭരണകക്ഷിയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാമമാത്രമായ തുക മാത്രമാണ് മെറ്റ പരസ്യങ്ങൾക്ക് ചെലവാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 7 ദിവസത്തിനിടയിൽ BJPയുടെ കേരളത്തിലെ പരസ്യ ചെലവ് 80,68,329. 50,45,203 രൂപയാണ് കോൺഗ്രസ് മെറ്റ ആഡ്സിനായി ചെലവാക്കിയിട്ടുള്ളത് കേരളത്തിൽ മാത്രം. LDF ചെലവഴിച്ചത് 10,68,691 രൂപ. 3 പാർട്ടികളുടെയും ഏറ്റവും ഒടുവിലത്തെ കണക്കുകളാണിത്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള യുവ വോട്ടർമാരെയാണ് കോൺഗ്രസും LDFും ലക്ഷ്യം വെക്കുന്നത്. 44 വയസ്സ് വരെയുള്ള വോട്ടർമാരെ കൂടി BJP ലക്ഷ്യമിടുന്നു. മാറ്റം തുടങ്ങാം, മാറ്റത്തിന്റെ കാറ്റ് മോദിക്കൊപ്പം, മാറി മാറിയുള്ള ഭരണം മതിയായി എന്നിങ്ങനെയുള്ള വാചകങ്ങളാണ് BJPയുടെ പരസ്യത്തിൽ കാണുന്നത്. NDA for വികസിത കേരളം പോലുള്ള ഹാഷ്ടാഗുകൾ BJP പതിവായി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മോദി ബ്രാൻഡിങ്ങും BJPയുടെ ഡിജിറ്റൽ പ്രചാരണത്തിൽ മുന്നിലുണ്ട്. മറ്റാരുണ്ട് LDF അല്ലാതെ എന്നതാണ് LDFിന്റെ ഇത്തവണത്തെ പ്രധാന പരസ്യവാചകം. എങ്കിലും വോട്ട് ഫോർ LDF പോലുള്ള ഹാഷ്ടാഗുകളാണ് അവരുടെ സാമൂഹ്യ മാധ്യമ പേജുകളിൽ കൂടുതലും കാണുന്നത്. കേരളം ജയിക്കും, UDF നയിക്കുമെന്നാണല്ലോ കോൺഗ്രസിന്റെ പരസ്യവാചകം. എന്നാൽ ഡിജിറ്റൽ പ്രചാരണത്തിനായി UDF ഹാഷ്ടാഗുകൾ അധികമായി ഉപയോഗിക്കുന്നില്ല എന്ന് കാണാം. എന്തായാലും 3 പാർട്ടികളും ഫീൽഡിലിറങ്ങിയുള്ള സ്ഥാനാർത്ഥി പ്രചാരണത്തോടൊപ്പം തന്നെ ഡിജിറ്റൽ സ്പേസുകളിലെ പ്രചാരണത്തിനും ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ മെറ്റ പരസ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ് ഇതെന്ന് പറയാം.
എന്നിരിക്കലും കോടികളാണ് രാഷ്ട്രീയ പാർട്ടികൾ പരസ്യങ്ങൾക്കായി മുടക്കുന്നത് എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ തുകകൾ മുടക്കി പരസ്യം ചെയ്യുന്നവരും പരസ്യത്തിനായി വലിയ തുകകൾ മുടക്കുന്നവരും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്നത് വസ്തുതയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഡാറ്റ സ്റ്റോറികൾക്കും ഫാക്ട് ചെക്ക് സ്റ്റോറികൾക്കുമായി OBCയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.